അരാജക സംഘടനയാണോ അരാഷ്ട്രീയ സംഘടനയാണോ രാഷ്ട്രീയ സംഘടന എന്നൊക്കെ വിലയിരുത്താൻ അദ്ദേഹത്തെ ആരാണ് നിയോഗിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. പത്രത്തിന്റെ പരസ്യം നേരത്തെ പറയുന്നതാണ്, പക്ഷെ പെരും നുണ എഴുതി വെച്ചിരിക്കുകയാണ്. പിണറായി സർക്കാർ ഇങ്ങനെ ആശമാരെ വിളിച്ച് പണം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 7000 രൂപ, വലിയ 7000 രൂപ തൊഴിലാളി സംഘടനയുടെ നേതാവ് നിലയ്ക്ക് തൊഴിലാളികളോടും തൊഴിലാളി വർഗത്തോടും കുറച്ചുകൂടി കരുണ കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർക്ക് ഇപ്പോഴും ആരോപണങ്ങൾ പറയല്ലാതെ ഈ പ്രശ്നത്തെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്തിനാണ് പെമ്പിള ഒരുമയായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുന്നത്? നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 15ാം ദിവസം പിന്നിടാൻ പോവുകയാണ്. ഇപ്പോഴും CPM ഈ ജീവിത സമരത്തെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് CPM മുഖപത്രത്തിൽ എളമരം കരീം എഴുതിയ ഒരു ലേഖനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അരാജക സംഘടന നടത്തുന്ന സമര നാടകം എന്നാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് CPM ഇത്തരത്തിലുള്ള ജീവിത സമരത്തെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ ആശാവർക്കർമാർ തന്നെ ഇതിനോട് പ്രതികരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആശാവർക്കർമാരുടെ ജീവിത സമരത്തെ തള്ളിപ്പറയുന്ന നിലപാടിലാണ് CPM നിലകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്ന പത്രത്തിലും CPMന്റെ മുഖപത്രത്തിലും എളമരം കരീം അത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നു. അരാജക സംഘടന നടത്തുന്ന സമര നാടകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഈ സംഘടനകളുടെ അരാജക സംഘടനയാണോ അരാഷ്ട്രീയ സംഘടനയാണോ രാഷ്ട്രീയ സംഘടന എന്നൊക്കെ വിലയിരുത്താൻ അദ്ദേഹത്തെ ആരാണ് നിയോഗിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്തായാലും അദ്ദേഹം ഇന്ന് ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് പച്ചക്കള്ളമാണ് എഴുതി വെച്ചിരിക്കുന്നത്. പത്രത്തിന്റെ പരസ്യം നേരത്തെ പറയുന്നതാണ്, പക്ഷെ പെരും നുണ എഴുതി വെച്ചിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ സർക്കാർ ആശാവർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 700 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പിന്നീട് വന്ന പിണറായി സർക്കാർ ഇങ്ങനെ ആശമാരെ വിളിച്ച് പണം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ 7000 രൂപ, വലിയ 7000 രൂപ. 7000-ൻ്റെ ഒക്കെ ഒരു വലിപ്പം കാണാം, നമ്മൾ അന്തം വിട്ടുപോകും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹം ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് നിലയ്ക്ക് തൊഴിലാളികളോടും തൊഴിലാളി വർഗത്തോടും കുറച്ചുകൂടി കരുണ കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ആരോപണങ്ങൾ അവർക്ക് ഇപ്പോഴും ആരോപണങ്ങൾ പറയല്ലാതെ ഈ പ്രശ്നത്തെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്തിനാണ് പെമ്പിള ഒരുമയായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുന്നത്? ഇന്ത്യയിൽ ഇതുപോലുള്ള ധാരാളം സമരങ്ങൾ ഉണ്ടാകും. കാരണം രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആളുകൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറുന്നു. ഇവിടെ ചോര കൊടുത്ത് ആണ് ആളുകൾ യഥാർത്ഥത്തിൽ അവൻ രക്തസാക്ഷിത്വം മരിച്ചുണ്ടായ പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അവർ തൊഴിലാളികളെ മറക്കണം, അവർ മുതലാളിമാരുടെ കൂടെയാണെന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രസ്താവനയൊന്നും അത്ഭുതപ്പെടാനില്ല. ഇതിലപ്പുറവും പറയും. ഈ ജനപിന്തുണ കൂടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത്. അതെ, അവർ നോക്കുമ്പോൾ കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഈ 232 രൂപ വേതനം പറ്റിക്കൊണ്ട്, അത് വല്ലപ്പോഴും കിട്ടുന്നത്, നിരന്തരം കിട്ടുന്നില്ല, വല്ലപ്പോഴും കിട്ടുന്ന 232 രൂപ കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കഷ്ടതയും മുഖത്ത് കാണിക്കാതെ ആശാവർക്കർമാർ ഈ കേരളത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്നത് കേരളം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ തിരിച്ചറിവ് ഇവരൊക്കെ അടിത്തറയിളക്കുകയാണ്. ഇപ്പോൾ സത്യത്തിൽ അവരാണ് കുത്തിയിളക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ കുത്തിയിളക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സമവായത്തിലൂടെ ചർച്ചയിലൂടെ തൊഴിലാളികൾക്ക് അനുകൂലമായി, ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഈ ഘട്ടത്തിൽ ഇന്ന് 15 ദിവസം പിന്നീട് കാണും. കഴിഞ്ഞ ദിവസം തീവ്രവാദ ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ സമരത്തിൽ. എനിക്കറിയില്ല. അവർ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ ഞങ്ങളുടെ ഇവിടെ പലരും പിന്തുണച്ചു വന്നു. ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പ്രസ്ഥാനങ്ങളുമായെല്ലാം തെരഞ്ഞെടുപ്പിൽ അവർ മുന്നണി ഉണ്ടാക്കുന്ന പാർട്ടികളാണ് CPM. പലയിടത്തും വാർഡ് തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് തെരഞ്ഞെടുപ്പിലില്ലാത്ത എന്ത് അയിത്തമാണ് ഒരു ജനകീയ സമരമുഖത്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതൊരു ജനകീയ സമരം, ഇവിടെ ആർക്കും വരാം. ഞങ്ങളുടെ ഡിമാൻഡിനെ പിന്തുണയ്ക്കുന്ന ഏതൊരാൾക്കും കടന്നു വരാൻ തുറന്നിട്ടിരിക്കുന്ന ഒരു വേദിയാണ്. CIT-നും വരാം, അവർക്ക് വന്ന് പിന്തുണ അർപ്പിക്കാം. അതുകൊണ്ട് ഇത് അവരുടെ ഒരു ഒരു തുറുപ്പ് ചീട്ടാണ്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി പ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ കാലത്ത് ഇത്ര തുക കൊടുത്തിരുന്നോ? ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് ഞങ്ങളല്ലേ? അത്തരത്തിലൊരു വാക്പോരിലേക്ക് നിങ്ങളുടെ വിഷയം മാറുന്നുണ്ടോ? അത് അവർ തമ്മിൽ തീർക്കട്ടെ, അത് നമ്മളുടെ ഒരു വിഷയമല്ലത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ആശാവർക്കർമാരുടെ ജീവിത പ്രശ്നങ്ങളാണ്. അത് മറ്റാരെങ്കിലും അതിനെ അവരുടെ
അവരുടെ ഒരു മൈലേജ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. എന്തായാലും ആശാവർക്കർമാരുടെ സമരം അതിശക്തമായി തന്നെ 15ാം ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CPM ഈ സമരത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനമായി തന്നെയാണ് ഈ മുഖപത്രത്തിലും CPM-ന്റെ മുഖപത്രത്തിലും CPM-ന്റെ ദേശീയ നേതാവ് കൂടിയായ എളമരം കരീം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, ഒരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെ ആശാവർക്കർമാർ വലിയ രീതിയിലുള്ള ഖേദവും പ്രകടിപ്പിക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.